ആഴ്ചക്കാലം നടന്ന സംഭവവികാസങ്ങളുമായി വാരാന്ത്യ കാഴ്ച. ഏവർക്കും സ്വാഗതം. പുനർജനി പദ്ധതിയിലെ വിദേശ ധനസമാഹരണ ആരോപണത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശന് വിജിലൻസ് പൂർണ്ണ ക്ലീൻ ചിറ്റ് നൽകിയതും നീറ്റ് പരീക്ഷാ ചോർച്ചയ്ക്കെതിരെ ഡൽഹി ജന്തർ മന്ദിറിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേരെ പെല്ലറ്റ് പ്രയോഗവും തുടർന്ന് സുപ്രീം കോടതി നടത്തിയ നിർണായക ഇടപെടലുകളുമാണ് ഈ ആഴ്ചയിലെ സംഭവവികാസങ്ങൾ. കേരളത്തിലെ സമകാലിക രാഷ്ട്രീയത്തിൽ വലിയ തരംഗമുണ്ടാക്കിയ വാർത്തയാണ് പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട വിദേശ ധനസമാഹരണ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശന് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ പൂർണ്ണ ക്ലീൻ ചിറ്റ് നൽകിയത്. പറവൂർ മണ്ഡലത്തിലെ പ്രളയ പുനരധിവാസത്തിനായി വിദേശത്ത് നിന്ന് നിയമവിരുദ്ധമായി പണം സമാഹരിച്ചു എന്ന ആരോപണത്തിലാണ് വിജിലൻസ് ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ കേസ് നടപടികൾ പൂർണ്ണമായും അവസാനിപ്പിച്ചത്. 2018 മഹാപ്രളയത്തിന് ശേഷം എറണാകുളം പറവൂർ മണ്ഡലത്തിലെ ദുരിതബാധിതർക്ക് വീടുകളും ജീവനോപാധികളും ഒരുക്കുന്നതിനായി വി.ഡി. സതീശൻ മുൻകൈയെടുത്ത് നടപ്പിലാക്കിയ പദ്ധതിയാണ് പുനർജനി. ഈ പദ്ധതിക്കായി വിദേശ രാജ്യങ്ങളിൽ നിന്ന് ധനസമാഹരണം നടത്തുമ്പോൾ വിദേശ സംഭാവന നിയന്ത്രണ നിയമം ലംഘിച്ചുവെന്നും വ്യക്തിപരമായ ഫണ്ട് ശേഖരണം നടത്തിയെന്നുമായിരുന്നു പ്രധാന ആരോപണം. LDF സർക്കാരിന്റെ കാലത്താണ് പുനർജനി കേസിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. വിജിലൻസ് ഡയറക്ടർ സമർപ്പിച്ച അന്തിമ അന്വേഷണ റിപ്പോർട്ടിൽ വി.ഡി. സതീശന് പൂർണ്ണ ക്ലീൻ ചിറ്റ് നൽകുന്ന പ്രധാന വിവരങ്ങളാണ് വ്യക്തമാകുന്നത്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നേരിട്ട് യാതൊരുവിധ സാമ്പത്തിക ഇടപാടുകളും നടത്തിയിട്ടില്ലെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. കൂടാതെ നടന്നിട്ടുള്ള എല്ലാ പണമിടപാടുകളും ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മണപ്പാട് ഫൗണ്ടേഷന്റെ ഔദ്യോഗിക FCRA അക്കൗണ്ടുകൾ വഴിയാണ് നിർവഹിക്കപ്പെട്ടത്. അഴിമതി നിരോധന നിയമപ്രകാരം വി.ഡി. സതീശൻ യാതൊരുവിധ കുറ്റവും ചെയ്തതായി തെളിവുകളില്ലാത്ത സാഹചര്യത്തിൽ ഈ കേസിന്റെ തുടർ നടപടികൾ പൂർണ്ണമായും അവസാനിപ്പിക്കാനാണ് വിജിലൻസ് ശുപാർശ ചെയ്തിരിക്കുന്നത്. അതേസമയം രാഷ്ട്രീയ വിരോധം മുൻനിർത്തി മുൻ LDF സർക്കാർ കെട്ടിച്ചമച്ച കേസായിരുന്നു ഇതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. വിജിലൻസ് ഡയറക്ടറുടെ കൃത്യമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കേസ് ക്ലോസ് ചെയ്തത്. മുഖ്യമന്ത്രി ഇതിൽ യാതൊരു സാമ്പത്തിക ക്രമക്കേടും നടത്തിയിട്ടില്ലെന്ന് ശാസ്ത്രീയമായി തെളിഞ്ഞതാണെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പുനർജനിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഗവൺമെന്റ് അന്നത്തെ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായ ശ്രീ വി.ഡി. സതീശനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. വിജിലൻസ് വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ പരിശോധിച്ചു. ആ പരിശോധനയിൽ തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ കേസിൽ നിന്ന് ശ്രീ വി.ഡി. സതീശനെ ഒഴിവാക്കണമെന്ന് വിജിലൻസ് ഡയറക്ടർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ പുനർജനിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സർക്കാർ എടുത്ത കേസ് അവസാനിപ്പിക്കാൻ ആഭ്യന്തര വിജിലൻസ് വകുപ്പ് തീരുമാനിച്ചിരിക്കുകയാണ്. 2018 പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാനും വേണ്ടിയിട്ടുള്ള ധനസമാഹരണം നടത്താൻ വേണ്ടി വിദേശയാത്ര നടത്തിയെന്നും ആ വിദേശ യാത്രയിൽ ധനസമാഹരണം നടത്തിയെന്നുമാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം വിജിലൻസ് അന്വേഷണം നടത്തിയത്. ഈ അന്വേഷണത്തിൽ പുനർജനി പദ്ധതി നടപ്പാക്കുന്നതിന് എറണാകുളം ആസ്ഥാനമായ മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടന വഴിയാണെന്നും പദ്ധതിക്ക് ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്നത് ഈ പദ്ധതിയുടെ പേരിൽ മണപ്പാട് ഫൗണ്ടേഷൻ ആരംഭിച്ച ബാങ്ക് അക്കൗണ്ട് വഴിയും ഫൗണ്ടേഷനിലെ FCRA കറണ്ട് അക്കൗണ്ട് വഴിയുമാണെന്ന് വിജിലൻസിൻ്റെ പരിശോധനയിൽ വ്യക്തമാവുകയുണ്ടായി. ഇതിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശന് ഒരു പങ്കുമുണ്ടെന്ന് തെളിയിക്കാൻ വിജിലൻസിന് സാധിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ അഴിമതി നിരോധന നിയമത്തിലെ 7A വകുപ്പുകളിൽ പറയുന്ന കുറ്റങ്ങളൊന്നും ശ്രീ വി.ഡി. സതീശൻ ചെയ്തിട്ടില്ല എന്ന് അസന്നിഗ്ധമായി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ കേസിൽ വിജിലൻസ് ആംഗിൾ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ കേസിൻ്റെ തുടർ നടപടികൾ വേണ്ടെന്നും വിജിലൻസ് ഡയറക്ടറുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു.
ആ സാഹചര്യത്തിൽ ഈ കേസ് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതായി ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അല്ല, അത് ശേഷമാണല്ലോ ഈ അന്വേഷണമൊക്കെ പിന്നെയും നടത്തിയിട്ടാണ് അവർ പറഞ്ഞത് ഇതിൻ്റെ യാതൊരു വിജിലൻസ് ആംഗിളും ഇതിനകത്തില്ല. VD സതീശനുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം അതിന് നിങ്ങൾക്ക് തന്നെ വ്യക്തമാണല്ലോ, രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഈ കേസിനെയും CBIക്ക് വിടാനോ അല്ലെങ്കിൽ ഉയർന്ന ഏജൻസികൾക്ക് വിടാനോ അന്നത്തെ ഗവൺമെൻറ് തീരുമാനിച്ചത്. അതെല്ലാം പകൽ പോലെ വ്യക്തമാണ്. തന്നെയുമല്ല, ഈ അന്വേഷണത്തിൽ ഒരു കാര്യം വളരെ വ്യക്തമായി, അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ മുഖ്യമന്ത്രിക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല, 1 രൂപയുടെ പോലും ഇടപാടുകൾക്ക് അദ്ദേഹം ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്, വളരെ ക്ലിയറാണ്. ഞാൻ ആ ഫയൽ മുഴുവൻ പഠിച്ചിട്ടാണ് പറയുന്നത്, വളരെ ക്ലിയറാണ്. അതുകൊണ്ട് ഇന്നലെ ആ കേസ് ഇന്നലെ തീർപ്പ് കൽപ്പിച്ച് എന്നുള്ള വിവരം അറിയിക്കാനാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. ഒരിക്കലുമല്ല, കാരണം നേരത്തെ തന്നെ വിജിലൻസ് തന്നെ കണ്ടെത്തി, ആ ഫയലുകൾ പരിശോധിച്ചാൽ അറിയാം, യാതൊരു തെളിവും അന്നും കണ്ടെത്തിയിട്ടില്ല. തെളിവ് കണ്ടെത്താത്തത് കൊണ്ടാണ് അന്നത്തെ മുഖ്യമന്ത്രി തന്നെ അത് വിജിലൻസ് അന്വേഷിച്ചാൽ പോരാ, കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് പറഞ്ഞത്. അതേ തുടർന്ന് വീണ്ടുമുള്ള അന്വേഷണം നടത്തിയതിന് ശേഷമാണ് വിജിലൻസ് ഡയറക്ടർ ഫയൽ എനിക്ക് അയച്ചത്. അതിനകത്ത് ഒരു തരത്തിലുള്ള VD സതീശൻ്റെ ഇൻവോൾവ്മെൻറ്റ് അന്നുമില്ല, ഇന്നുമില്ല. അതുകൊണ്ട് ഭരണം മാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകുകയല്ല, അടിസ്ഥാനരഹിതമായ കാര്യമാണ് അന്ന് അതിൽ ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ അത് നിലനിൽക്കുന്നതല്ല, വളരെ വിശദമായി തന്നെ വിജിലൻസ് പരിശോധിച്ച കാര്യമാണ്. അതുകൊണ്ട് ഡയറക്ടറുടെ ശുപാർശ പ്രകാരം ഇനി കേസുമായി മുന്നോട്ട് പോകേണ്ടെന്നാണ് തീരുമാനം. അങ്ങനെയല്ല, പുതിയ ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് തന്നെ ഡയറക്ടർ ഇത് പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ ഈ ഫയൽ എൻ്റെ മുമ്പിൽ വന്നത്. ഞാനിത് പരിശോധിച്ചപ്പോൾ ഇനി ഇതുമായി മുന്നോട്ട് പോകേണ്ട യാതൊരു കാര്യവുമില്ല. നേരത്തെയും വ്യക്തമായിരുന്നു, ഇന്നത്തെ മുഖ്യമന്ത്രിക്ക് അതുമായി യാതൊരു പങ്കുമില്ലായിരുന്നു. പിന്നെ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് CBIക്ക് വിടാൻ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസിക്ക് വിടണമെന്നത് എന്നുള്ള തീരുമാനം അവരെടുത്തത്. പക്ഷേ അതിനുശേഷം വിജിലൻസ് ഡയറക്ടർ പരിശോധിച്ച ശേഷം എനിക്ക് നൽകിയ ഫയൽ ഇതുമായി ഇനി മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ലെന്നും വിജിലൻസ് ആംഗിൾ ഇതിലില്ലെന്നും VD സതീശൻ ഇതുമായി യാതൊരു ബന്ധവുമില്ലെന്നും അസന്നിഗ്ധമായി തന്നെ ഫയൽ എഴുതി അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസുമായി ഇനി മുന്നോട്ട് പോകേണ്ടതാണ് തീരുമാനം. അത് ഞാൻ DGPക്ക് കൊടുത്തു. അങ്ങനെ കേസുമായി മുന്നോട്ട് പോകണമെന്നുള്ള താല്പര്യം ഗവൺമെൻറ്റിനില്ല. പക്ഷേ ചില കാര്യങ്ങളിൽ ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ നമുക്ക് പിൻവലിക്കാൻ പ്രയാസമായിരിക്കും. അതെന്താണെന്ന് നോക്കി ചെയ്യാനായിട്ട് DGPക്ക് നൽകിയിരിക്കുകയാണ്. ഒരു ഗുരുതരമായ ആരോപണവുമില്ല. ഒരു പോലീസുകാരൻ അടിച്ചെന്നാണ് പറഞ്ഞത്, അയാളെ സസ്പെൻഡ് ചെയ്തു. ഈ വ്യക്തിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും എല്ലാം പരിശോധിച്ചപ്പോൾ ഹെപ്പറ്റൈറ്റിസ് C മൂലമാണ് അദ്ദേഹം മരിച്ചത്. 13 ദിവസം പോലീസ് കസ്റ്റഡിയിൽ എടുത്ത ശേഷം 13 ദിവസം കഴിഞ്ഞാണ് ആശുപത്രിയിലെ ചികിത്സയിലാണ് അദ്ദേഹം മരിച്ചിട്ടുള്ളത്. അതിനകത്ത് ഒരു ദുരൂഹതയുമില്ല. ഒരു പോലീസുകാരൻ അടിച്ചെന്നാണ് പറഞ്ഞതുകൊണ്ട് അയാളെ സസ്പെൻഡ് ചെയ്തു. പിന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുകയാണ്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടായിട്ടും, ഈ മരണം പോലീസ് മർദ്ദനം മൂലമല്ലെന്ന് വ്യക്തമായിട്ടും, എന്നാലും ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ എന്ന് വെച്ചു. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കൂടുതൽ വിവരങ്ങൾ വ്യക്തമാവുകയാണെങ്കിൽ ആ സമയത്ത് അത് നോക്കാം. അതാണ്, അത് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കട്ടെ. എന്നാൽ VD സതീശിനെ വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയത് അസാധാരണവും ദുരൂഹവുമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വിദേശത്ത് നിന്ന് പണം സമാഹരിച്ചതിന് വ്യക്തമായ തെളിവുകളുണ്ട്. നിയമങ്ങൾ ലംഘിച്ച് MLA-മാർക്ക് ഫണ്ട് പിരിക്കാൻ സാധിക്കില്ലെന്നിരിക്കെ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കേണ്ട വിഷയം ഭരണസ്വാധീനം ഉപയോഗിച്ച് ഒതുക്കി തീർക്കുകയാണ് ചെയ്തതെന്ന് അദ്ദേഹം ആരോപിച്ചു. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും തിടുക്കപ്പെട്ട് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന രമേശ് ചെന്നിത്തല ക്ലീൻ ചിറ്റ് നൽകുന്നത് അസാധാരണമായ ഒരു നിലപാടാണ്. MLA എന്ന നിലയിൽ അനുമതി വാങ്ങിയിട്ടാണോ VD സതീശൻ വിദേശത്ത് യാത്ര നടത്തിയത് എന്നത് സംബന്ധിച്ച് നിയമസഭാ സെക്രട്ടേറിയറ്റിൽ നിന്ന് അനുമതി വാങ്ങിയിട്ടില്ല എന്നും
ആഭ്യന്തര വകുപ്പിൻ്റെ അനുവാദം കിട്ടിയിട്ടില്ല എന്നുള്ളതുമാണ് വസ്തുതാപരമായിട്ട് പുറത്തു വന്ന വിവരം. അതുപോലെ വിദേശത്തുനിന്ന് ഫണ്ട് അഭ്യർത്ഥിക്കാനുള്ള അവകാശം യഥാർത്ഥത്തിൽ നിയമം അനുവദിക്കുന്നില്ല എന്നെല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ പ്രത്യേകമായ അനുവാദത്തോടു കൂടി വേണം അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ. പ്രളയത്തിൻ്റെ ഘട്ടത്തിൽ കേരളത്തിലെ മന്ത്രിമാർക്കുൾപ്പെടെ വിദേശത്ത് പോയി കേരളത്തിൻ്റെ ആകെ ദുരന്തത്തെ വിദേശത്തുള്ള ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് അവരൊരു ഫണ്ട് ശേഖരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിനോട് ചോദിച്ചപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അനുവാദം കൊടുത്തിട്ടില്ല, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ കൊടുത്തിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഫണ്ട് അഭ്യർത്ഥിക്കാൻ നിലവിലുള്ള നിയമം അനുവദിക്കുന്നുണ്ടോ എന്ന പ്രശ്നം ഇല്ല എന്നുള്ള കൃത്യമായ ഉത്തരമാണ് നമുക്ക് ലഭിക്കുക. ഫണ്ട് അഭ്യർത്ഥിച്ചതിൻ്റെ വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്, അത് വേണമെങ്കിൽ കാണാം. First, when you are going to construct a house, the first priority is that a paralyzed man, if there is a paralyzed man in the house, he will give the first priority. And the children who are affected, autism, mentally retarded and cerebral palsy, they will give the second priority. And the third priority will go to the woman-headed families. And now when you are around the table, 10 people are there. You are helping 5 families. I am going to give 5 sewing machines to 5 families. They lost their sewing machine. When they get the sewing machine, they can start their life. Actually, you are helping around the table, you are helping 5 families. When you are raising 500 pounds, that will help 5 families. And we are selecting selecting the beneficiaries through a transparent procedure by the members of the local body. Then we will go to, our team will go there and there will be a physical examination, whether it is right or wrong. Then you can also, anybody can go there and random examination, random scrutiny, everything can be done. And we are the guarantee. I'm giving you the guarantee that it will reach the genuine hands. Right, I mean, that's a question that Jerry and I was sort of asking before, wasn't it really? അപ്പോൾ ഇംഗ്ലണ്ടിൽ സന്ദർശനം നടത്തി അവിടെ ആളുകളെ വിളിച്ചു കൂട്ടി ഓരോരുത്തരും 500 പൗണ്ടെങ്കിലും നൽകണം. 3 കാറ്റഗറിയിൽപ്പെട്ടവർക്കാണ് വീട് നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചത് എന്നിവിടെ കണ്ടതുപോലെ നമുക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആരുടെയൊക്കെ സഹായം ലഭിച്ചിട്ടുണ്ട്, എത്രത്തോളം ഫണ്ടാണ് കിട്ടിയിട്ടുള്ളത് എന്നുൾപ്പെടെ ഗൗരവപൂർണമായ ഒരു പരിശോധനയ്ക്ക് തയ്യാറാവേണ്ടതുണ്ട്. ഇപ്പോൾ വിദേശത്തു നിന്ന് 22,500 പൗണ്ട് വിവിധ വ്യക്തികളിൽ നിന്നാണ് സമാഹരിച്ചത് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മണപ്പാട്ട് ഫൗണ്ടേഷനാണ്, അവരുടെ അക്കൗണ്ടിലാണ് ഇത് എത്തിയിട്ടുള്ളത് എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ ആഹ്വാനം ചെയ്യുന്ന സന്ദർഭത്തിൽ തന്നെ ഇത് കൈകാര്യം ചെയ്യാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് മണപ്പാട് ഫൗണ്ടേഷനാണ് എന്ന് വി ഡി സതീശൻ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, വിദേശത്ത് നിന്ന് ഫണ്ട് പിരിച്ചിട്ടുണ്ട്, ഫണ്ട് പിരിക്കുന്നതിന് അനുവാദം നേടിയിട്ടില്ല എന്നുള്ളത് ഏതാണ്ട് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഗൗരവമുള്ള പ്രശ്നം ആഭ്യന്തരമന്ത്രി തന്നെ വാർത്താ സമ്മേളനം നടത്തി ക്ലീൻ ചിറ്റ് നൽകുകയാണ്. ഇതൊരു അസാധാരണമായ സമീപനമാണ്. സ്വതന്ത്ര അന്വേഷണം അവസാനിപ്പിക്കുന്നതിൽ തിടുക്കം ഉണ്ടായി എന്നതാണ് രമേശ് ചെന്നിത്തലയുടെ വാർത്താ സമ്മേളനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിജിലൻസ് വിസിൽ, അതായിരുന്നു രമേശ് ചെന്നിത്തല ഇന്നലെ ഉദ്ഘാടനം ചെയ്ത പരിപാടി. എന്ന് പറഞ്ഞാൽ അഴിമതി ഇല്ലാതാക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചു. അങ്ങനെ അഴിമതി ഇല്ലാതാക്കാനുള്ള
പരിപാടിയുടെ ഭാഗമായി ഗൗരവപൂർവ്വം കേരളം ചർച്ച ചെയ്ത ഒരു പ്രശ്നം തേച്ചുമാച്ച് കളയുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ പ്രഖ്യാപിച്ച് ഇന്ന് ആവുമ്പോൾ വിജിലൻസിൻ്റെ ഭാഗമായിട്ട് കിട്ടി എന്ന് പറയുന്ന റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ക്ലീൻ ചിറ്റ് നൽകുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇത് ഗൗരവപൂർണമായ ഒരു പ്രശ്നം ഉന്നയിക്കപ്പെടുന്നുണ്ട്. പുനർജനി സ്വാഭാവികമായിട്ടും കേന്ദ്ര ഏജൻസി കൂടി അന്വേഷിച്ചാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. കാരണം പൂർണ്ണമായിട്ട് വിദേശ ഫണ്ട് അഭ്യർത്ഥിക്കുകയും വിദേശ ഫണ്ട് വരികയും ചെയ്തു എന്നുള്ളത് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഗൗരവപൂർണമായ ഒരു പ്രശ്നം തേച്ചുമാച്ച് കളയുന്നതിന് വേണ്ടിയുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ ഉന്നം വി ഡി സതീശനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള കാര്യം കേരളം ചർച്ച ചെയ്യുമെന്നുള്ളതാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇത് വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്. പുനർജനി കേസ് ഒത്തുതീർപ്പായതും മുഖ്യമന്ത്രി വി ഡി സതീശൻ കുറ്റവിമുക്തനായതും UDF-ന് വലിയ രാഷ്ട്രീയ ആശ്വാസമാണ് നൽകുന്നത്. പ്രളയ ദുരന്തത്തിൽ തകർന്നടിയാൻ അനുവദിച്ചു കൊടുക്കാതെ ജനങ്ങളെ പുനരധിവസിപ്പിക്കാൻ നടത്തിയ ഉത്തമമായ സേവന പ്രവർത്തനങ്ങളെ ക്രമക്കേടെന്ന് മുദ്രകുത്തി പുകമറ സൃഷ്ടിക്കാനുള്ള നിക്ഷിപ്ത രാഷ്ട്രീയ ശ്രമങ്ങൾക്കാണ് ഇതോടെ അന്ത്യമായത്. യാതൊരുവിധ സാമ്പത്തിക തിരിമറികളും നടന്നിട്ടില്ലെന്ന വിജിലൻസിന്റെ സംശയമില്ലാത്ത പ്രഖ്യാപനം വി ഡി സതീശന്റെ സത്യസന്ധതയെ അടിവരയിട്ട് ഉറപ്പിക്കുന്നു. അസത്യങ്ങളെയും രാഷ്ട്രീയ വേട്ടയാടലുകളെയും വസ്തുതകൾ കൊണ്ടും നിയമപരമായ സത്യസന്ധത കൊണ്ടും നേരിട്ട് വിജയം കണ്ടതിന്റെ തിളക്കമാർന്ന തെളിവാണ് പുനർജനി കേസ്. അതേസമയം പ്രതിപക്ഷം ഈ വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കുന്നുണ്ട്. നീറ്റ് പരീക്ഷ ചോർച്ചയ്ക്കെതിരെ ഡൽഹി ജന്തർ മന്ദിറിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേരെ പെല്ലറ്റ് പ്രയോഗവും തുടർന്ന് സുപ്രീം കോടതി നടത്തിയ നിർണായക ഇടപെടലുകളുമാണ് ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലൊന്ന്. പെല്ലറ്റ് ഏറ്റ് പരിക്കേറ്റവർക്ക് അടിയന്തര ചികിത്സ ഉറപ്പാക്കണമെന്നും അസാധാരണ സാഹചര്യങ്ങളിൽ മാത്രമാണ് ആയുധപ്രയോഗം അനുവദനീയമെന്നും വ്യക്തമാക്കിയ സുപ്രീം കോടതി സേന ഉപയോഗിച്ച വെടിമരുന്ന് വിവരങ്ങളുടെ കൃത്യമായ ലോഗ് സൂക്ഷിക്കാനും കേന്ദ്രത്തോട് നിർദ്ദേശിച്ചു. ജൂലൈ 20-ന് രാജ്യതലസ്ഥാനത്തെ ജന്തർ മന്ദിറിൽ ഉയർന്ന വിദ്യാർത്ഥി പ്രതിഷേധമാണ് വീണ്ടും പെല്ലറ്റ് ഗണ്ണുകളെക്കുറിച്ചുള്ള ദേശീയ ചർച്ചകൾക്ക് തിരികൊളുത്തിയത്. നീറ്റ് പരീക്ഷ ചോർച്ചയ്ക്കെതിരെ വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ മാർച്ചിൽ ദ്രുതകർമ്മസേന 7 തവണ പെല്ലറ്റ് ഗണ്ണുകൾ പ്രയോഗിച്ചതായാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ. പ്രക്ഷോഭകർക്ക് നേരെ നടന്ന ഈ അതിക്രമത്തിനെതിരെ കടുത്ത അമർഷമാണ് രാജ്യമെമ്പാടും ഉയർന്നത്. സംഭവത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പ്രശാന്ത് കുമാർ സിംഗ്, ഷെയ്ഖ് ഇഷാദ് മൻസൂരി എന്നിവരും മുൻ IB സ്പെഷ്യൽ ഡയറക്ടർ യശോവർദ്ധൻ ആസാദും ചേർന്നാണ് പെല്ലറ്റ് തോക്കുകൾ പൂർണ്ണമായി നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി, ജസ്റ്റിസ് വി മോഹന എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനായി അപായകരമായ ലോഹ പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിക്കുന്നത് രാജ്യവ്യാപകമായി പൂർണ്ണമായും നിരോധിക്കണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. പെല്ലറ്റ് പ്രയോഗത്തിൽ ഗുരുതരമായി പരിക്കേറ്റവർക്ക് അടിയന്തരവും സമഗ്രവുമായ സൗജന്യ വൈദ്യസഹായവും പുനരധിവാസവും ഉറപ്പാക്കുന്നതിനൊപ്പം അർഹമായ മാതൃകാപരമായ നഷ്ടപരിഹാരം നൽകണമെന്നും ഹർജിയിൽ വ്യക്തമാക്കുന്നു. കൂടാതെ ജന്തർ മന്ദിറിലെ പ്രതിഷേധത്തിനിടെ ദ്രുതകർമ്മസേന ഉപയോഗിച്ച ആയുധങ്ങളുടെയും വെടിയുണ്ടകളുടെയും കൃത്യമായ വിവരങ്ങൾ കോടതിയിൽ ഹാജരാക്കണമെന്നും ഹർജിക്കാർ ആവശ്യപ്പെട്ടു. ഹർജി പരിഗണിച്ച സുപ്രീം കോടതി പെല്ലറ്റ് പ്രയോഗത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികൾക്കും പ്രതിഷേധക്കാർക്കും ഡൽഹി സർക്കാർ ഉടൻ തന്നെ ഏറ്റവും മികച്ച വിദഗ്ധ ചികിത്സ ഉറപ്പാക്കണമെന്ന് കർശന നിർദ്ദേശം നൽകി. ജന്തർ മന്ദിറിലെ സംഭവത്തിനിടെ ദ്രുതകർമ്മസേന ഉപയോഗിച്ച പെല്ലറ്റ് തോക്കുകളുടെയും വെടിമരുന്നുകളുടെയും ഉപയോഗ വിവരങ്ങൾ അടങ്ങിയ ലോഗ് ബുക്ക് രേഖകൾ കേന്ദ്ര സർക്കാർ സുരക്ഷിതമായി സൂക്ഷിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. ക്രമസമാധാന പാലനത്തിനും ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിനുമായി പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിക്കുന്നതിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും പ്രോട്ടോകോളും രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് തേടി കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തു. ലാത്തി ചാർജ്, കണ്ണീർവാതകം തുടങ്ങിയ മാർഗങ്ങൾ കൊണ്ട് നിയന്ത്രിക്കാനാകാത്ത അസാധാരണ സാഹചര്യങ്ങളിൽ പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിക്കാൻ പോലീസിന് നിയമപരമായി അധികാരമുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. എന്നാൽ സമാധാനപരമായ പ്രക്ഷോഭങ്ങൾക്ക് നേരെ ഇത്തരം അതിക്രമങ്ങൾ പാടില്ലെന്നും കോടതി നിരീക്ഷിച്ചു. അതേസമയം തങ്ങളുടെ ഉദ്യോഗസ്ഥർ സേനാ പ്രോട്ടോകോളുകൾ കൃത്യമായി പാലിച്ചാണ് പ്രവർത്തിച്ചതെന്നും സേനയുടെ മനോവീര്യം കാത്തുസൂക്ഷിക്കാൻ പൂർണ്ണ പിന്തുണ നൽകുമെന്നും CRPF ഡയറക്ടർ ജനറൽ GP സിംഗ് വ്യക്തമാക്കുകയുണ്ടായി. പെല്ലറ്റ് തോക്കുകൾ ഇന്ത്യയിൽ വിവാദത്തിലാകുന്നത് ഇതാദ്യമല്ല.
2010-ലും 2016-ലും ജമ്മു കശ്മീരിലെ പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്താൻ പെല്ലറ്റ് ഗണ്ണുകൾ വ്യാപകമായി ഉപയോഗിച്ചപ്പോൾ നൂറുകണക്കിന് യുവാക്കൾക്കാണ് കാഴ്ചശക്തി പൂർണ്ണമായോ ഭാഗികമായോ നഷ്ടപ്പെട്ടത്. അതുപോലെ മണിപ്പൂരിലും മറ്റ് പ്രദേശങ്ങളിലും വംശീയ കലാപങ്ങളും പ്രാദേശിക സംഘർഷങ്ങളും നേരിടാൻ ഇത്തരം മാർഗങ്ങൾ ഉപയോഗിച്ചപ്പോഴും നിരപരാധികളായ ഒട്ടേറെ പേർക്ക് പരിക്കേറ്റിരുന്നു. ഒരു ജനാധിപത്യ രാജ്യത്ത് സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള അവകാശം പൗരന്റേതാണ്. അതിക്രമങ്ങളെ നേരിടാൻ സേനയ്ക്ക് അധികാരം നൽകപ്പെടുമ്പോഴും നിരപരാധികളുടെ ശരീരത്തിലേക്ക് പാഞ്ഞുകയറുന്ന ലോഹച്ചീളുകൾ സൃഷ്ടിക്കുന്ന മുറിവുകൾ ചെറുതല്ല. സുപ്രീം കോടതിയുടെ ഈ നിർദ്ദേശം പരിക്കേറ്റവർക്ക് ആശ്വാസ ചികിത്സ ഉറപ്പാക്കാൻ സഹായിക്കുമെങ്കിലും പെല്ലറ്റ് ഗണ്ണുകളുടെ ഉപയോഗത്തിന് വ്യക്തമായ നിരോധനമോ കർശനമായ പുതിയ പ്രോട്ടോകോളോ വരുമോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. ഇതോടെ വാരാന്ത്യ കാഴ്ച പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.